നമസ്കാരം. ട്രൂത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. അഞ്ചൽ പഞ്ചായത്തിലെ ഹോമിയോ ആശുപത്രിയിൽ ഫാർമസിസ്റ്റിനെ നിയമിക്കാത്തതിൽ പ്രതിഷേധിച്ച് അഞ്ചൽ പഞ്ചായത്തിലെ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തോയ്തല മോഹനൻ അഞ്ചൽ പഞ്ചായത്ത് സെക്രട്ടറി ഓഫീസിന് മുന്നിൽ ഒറ്റയാൾ സമരം നടത്തി. കഴിഞ്ഞ 4 വർഷമായി ഈ വിഷയത്തിൽ അടിയന്തര പ്രമേയം, സാധാരണ പ്രമേയം, പഞ്ചായത്ത് ഭരണസമിതി മീറ്റിംഗിൽ ആവശ്യപ്പെടൽ ഇതെല്ലാം നടത്തുകയാണ്. ഇവിടെ ഒരു കാര്യത്തിനും മറുപടിയില്ല, ഒരു കാര്യത്തിനും ഉത്തരവില്ല, സമയബന്ധിതമായി ഒരു കാര്യവും തീരുമാനിക്കില്ല. ഇന്ന് നടക്കേണ്ട കാര്യം പോലും ഒരാഴ്ച കഴിഞ്ഞേ ആലോചിക്കത്തുള്ളൂ. അങ്ങനെ നിരന്തര സമ്മർദ്ദത്തിനൊടുവിലാണ് ഈ യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്ന് അപേക്ഷ വിളിക്കാനെങ്കിലും തീരുമാനിച്ചത്. ആ അപേക്ഷ വിളിച്ചതിന് ശേഷം അതും ദീർഘനാൾ പൂഴ്ത്തിവെച്ചു. അതിനുശേഷം അപേക്ഷ വിളിച്ചല്ലോ, ഇനി എന്തുകൊണ്ട് ഇന്റർവ്യൂ ഡേറ്റ് തീരുമാനിച്ചുകൂടാ എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിരന്തര സമ്മർദ്ദം ചെലുത്തി. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്റർവ്യൂ നടത്തി. ഇന്റർവ്യൂ ബോർഡിൽ ഞാനും ഉണ്ട്. നിങ്ങൾ ആരെയോ വെച്ചോളൂ, നിങ്ങൾ ഇനി എന്ത് വേണമെങ്കിലും ചെയ്തോളൂ, ഒരു ഫാർമസിസ്റ്റിനെ നിയമിക്കൂ എന്നാണ് പറഞ്ഞത്. അത് പറഞ്ഞിട്ട് ഇതുവരെ ചെയ്തിട്ടില്ല. എന്ന് ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച 7-ാം തീയതി പഞ്ചായത്ത് ഭരണസമിതി ഉണ്ടായിരുന്നു. എഴുന്നേറ്റ് നിന്ന് ഇത് ആവശ്യപ്പെട്ടിട്ട് ഒരു മറുപടി പറയാൻ പഞ്ചായത്ത് പ്രസിഡന്റോ സെക്രട്ടറിയോ തയ്യാറായിട്ടില്ല. നിയമനം നീട്ടിക്കൊണ്ടുപോവുകയാണ്. അപ്പൊ അതിന്റെ പിറകിൽ എന്താണ് ദുരുദ്ദേശം എന്ന് ആളുകൾ സംശയിച്ചാൽ കുറ്റം പറയാറുണ്ടോ? ഇത് നിസ്സാര സംഭവമല്ല. ആൽക്കഹോളിക് കണ്ടന്റുള്ള മരുന്നുകളാണ് ഹോമിയോ മരുന്നുകൾ എന്ന് പറയുന്നത്. മരുന്നുകൾ, ലക്ഷക്കണക്കിന് രൂപയുടെ മരുന്നുകൾ അവിടെ കുന്നുകൂടി കിടക്കുകയാണ്. ആ ഡോക്ടർ എഴുതി കൊടുക്കുന്ന മരുന്ന് ഈ സ്റ്റോക്ക് രജിസ്റ്ററിൽ ഉണ്ടോ എന്ന് നോക്കാൻ ആളില്ല. കേടുകായ രജിസ്റ്ററുടെ ഏറ്റവും വലിയ പര്യായമാണ്. പഞ്ചായത്തിൽ നിന്ന് വർഷം തോറും 10-12 ലക്ഷം രൂപയുടെ മരുന്ന് വാങ്ങിക്കൊടുക്കുന്നു. ഹോമിയോ DMOയിൽ നിന്ന് മരുന്ന് കൊടുക്കുന്നു. ഇതൊന്നും വിതരണം ചെയ്യാൻ ആളില്ല. താൽക്കാലിക ജീവനക്കാരാണെങ്കിൽ ഡോക്ടറേക്കാൾ വലിയ ഡോക്ടർമാരായി അവരവിടെ വിലസുന്നു. ഇപ്പൊ കൊടുക്കുന്നത് അറ്റൻഡറും സ്വീപ്പറും ഉണ്ട്. അവർക്ക് കഴിയുന്ന രീതിയിൽ കൊടുക്കും. അല്ലെങ്കിൽ അവരോട് ആവശ്യപ്പെട്ടാൽ അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ കൊടുക്കും. അവർക്ക് ദിവസവും സമ്മേളനങ്ങളും ദിവസവും പരിപാടികളും. വനിതാ ദിനത്തിൽ സ്റ്റോക്ക് രജിസ്റ്റർ നോക്കണം എന്ന് പറഞ്ഞപ്പോ ഡോക്ടറല്ല ഞങ്ങൾക്ക് ശമ്പളം തരുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഡോക്ടറെ ആക്ഷേപിച്ചു. അതാണ് താൽക്കാലിക ജീവനക്കാർ. അവരാരെയും വെച്ചോട്ടെ, നമ്മൾ ആരെയും കൊണ്ടുവരുന്നില്ല താൽക്കാലികമായിട്ട് വെക്കണമെന്ന് പറഞ്ഞു. പക്ഷേ അവിടെ ഇത് യഥാസമയം ഒരു ചെറിയ സംഗതിയാണിത്. ഇന്റർവ്യൂ നടത്തി വെച്ചിരിക്കുന്ന ആളെ നിയമിക്കുക എന്ന് പറഞ്ഞാൽ 2 വരി, താങ്കൾ താൽക്കാലികമായി അവിടെ ഫാർമസിസ്റ്റായിട്ട് താങ്കളെ നിയമിച്ചിരിക്കുന്നു, കരാർ ഒപ്പിട്ട് ചുമതല ഏൽക്കണമെന്ന് മാത്രം പറയുന്ന ഒരു 2 വരി എഴുതുന്നതിനാണ് ഈ പഞ്ചായത്ത് ഭരണസമിതി ഇത്രയും കാലതാമസം വരുന്നത്. അഞ്ചൽ പഞ്ചായത്തിലെ പനയഞ്ചേരിയിൽ പ്രവർത്തിക്കുന്ന ഹോമിയോ ആശുപത്രിയിൽ ഫാർമസിസ്റ്റ് നിയമനം നടത്തുവാൻ പഞ്ചായത്ത് ഭരണസമിതി തയ്യാറാവുന്നില്ലെന്നാണ് തോയ്തല മോഹനൻ പറയുന്നത്. ഇത് 18/1/2025 ഇന്റർവ്യൂ നടന്നത്. അതിനുശേഷം തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം വരികയുണ്ടായി. അതിനെ തുടർന്ന് 27/2 തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം കഴിഞ്ഞത്. അതിനുശേഷം 7/3 പഞ്ചായത്ത് കമ്മിറ്റിയിൽ തീരുമാനമെടുത്തു. അതിനുശേഷം 8ഉം 9ഉം അവധിയാണ്. ഇന്ന് അതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുന്നുണ്ട്. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഇതിനെ സംബന്ധിച്ചുള്ള ഇന്റർവ്യൂ കഴിഞ്ഞു. അവിടെ മറ്റ് അറ്റൻഡറുമായിട്ടുള്ള പ്രശ്നം ഉണ്ടായതായിട്ട് ഇങ്ങനെ പറഞ്ഞു കേട്ടതേ ഉള്ളൂ. എനിക്ക് അതിനെപ്പറ്റി മെഡിക്കൽ ഓഫീസർ ഒരു റിപ്പോർട്ടും തന്നിട്ടില്ല. ഫാർമസിസ്റ്റിന്റെ ഇന്റർവ്യൂ കഴിഞ്ഞിട്ടും നാളിതുവരെയായിട്ടും നിയമനം നടത്താത്തതിൽ പ്രതിഷേധവുമായിട്ടാണ് പഞ്ചായത്തിൽ എത്തിയത്. അടിയന്തരമായി ഹോമിയോ ആശുപത്രിയിൽ ഫാർമസിസ്റ്റിനെ നിയമിച്ചില്ലെങ്കിൽ സമരം ശക്തമാക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ട്രൂത്ത് വിഷൻ ന്യൂസ്.